ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ റാക്കറ്റിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചു. കൊച്ചിയിൽ നിന്ന് പിടിച്ചെടുത്ത ഫസ്റ്റ് ഓൺ വാഹനത്തിന്റെ ഉടമ മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ കണ്ടെത്താൻ കസ്റ്റംസ് പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. ശരൺ എസ് നൽകും വിശദാംശങ്ങൾ. ശരൺ, നിർണായക വിവരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമായി എന്നാണ് അറിയാൻ കഴിയുന്നത്? ശ്രുതി, കേസിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റംസ് ഇപ്പോൾ പറയുന്നത്. അതായത് നേരത്തെ ഈ ഫസ്റ്റ് ഓണർ വാഹനം അത് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിലാണ് പിടിച്ചെടുത്തിരുന്നത്. അവിടെ അങ്ങനെ പിടിച്ചെടുത്തതിന് പിന്നാലെ ഉടമയായ മാഹിനെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം നടക്കുന്നു. മാഹിനെ ഇന്നലെയാണ് ചോദ്യം ചെയ്തിരുന്നത്. അപ്പോൾ മാഹിൻ നൽകിയ വിവരങ്ങളാണ് ഈ കേസിൽ നിർണായകമായി മാറുന്നത് എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മാഹിൻ പ്രധാനമായും നൽകിയിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് തനിക്ക് 18 ലക്ഷം രൂപ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വിൻറ്റേജ് കാറ് വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള തൻ്റെ ആഗ്രഹമായിരുന്നു. സമൂഹ മാധ്യമങ്ങളുടെ ഒരു പരസ്യം തൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ യാദവ് എന്ന ആളെ ബന്ധപ്പെടുന്നു. അപ്പോൾ ഇയാൾ ഡൽഹിയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡൽഹിയിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞിരുന്നത് ഇവിടെ അത് 15 വർഷത്തെ പഴക്കമുണ്ട് കാറിന്, അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ രജിസ്ട്രേഷൻ നടപടികൾ നടത്താൻ കഴിയില്ല, മറിച്ച് അരുണാചൽ പ്രദേശിൽ നടത്തി നൽകാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആണ് ഈ പണം കൈമാറുകയും ചെയ്തിരുന്നത്. പിന്നീട് NOC എന്ന പേരിൽ ഈ രേഖകൾ, അതായത് ആധാർ കാർഡ് അടക്കമുള്ള രേഖകളെല്ലാം തന്നെ വാങ്ങിക്കൊണ്ട് അതുപയോഗിച്ചുള്ള വ്യാജ രജിസ്ട്രേഷനാണ് നടന്നതെന്നുള്ള മൊഴി കൂടിയാണ് മാഹിൻ നൽകിയിരിക്കുന്നത്. എന്തായാലും മാഹിൻ നൽകിയ ഈ മൊഴി റാക്കറ്റിലേക്ക് നേരിട്ട് എത്താൻ കഴിയുന്ന ഒന്നാണെന്നുള്ള പ്രതീക്ഷയിലാണ് കസ്റ്റംസ് ഉള്ളത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത് ഈ അരുണാചൽ പ്രദേശിലെ RTO ഓഫീസിൽ, അതായത് നംനാഷ് എന്നുള്ള RTO ഓഫീസിൽ വെച്ചാണ് ഈ രജിസ്ട്രേഷൻ നടപടികൾ നടന്നിരിക്കുന്നത്. ആ RTO ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും കസ്റ്റംസ് കടന്നിട്ടുണ്ട്. പ്രധാനമായും അരുണാചൽ പ്രദേശിലെ കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ തേടിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഈ ഓപ്പറേഷൻ നംഖോറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ പരിശോധനകൾ വ്യാപകമാക്കിയിരുന്നതാണ്. അങ്ങനെ പരിശോധനകൾ നടത്തിയപ്പോഴേക്കും ഉടമകൾ ഈ വാഹനങ്ങളുടെ രൂപമാറ്റം വരുത്തുകയും ഇതോടൊപ്പം തന്നെ വാഹനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള വിവരമാണ് കസ്റ്റംസിന് ലഭിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നതാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ കേരള പോലീസിന്റെ സഹായം തേടിയിരിക്കുന്നത്. പ്രധാനമായും കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലെ ഒരു കത്ത് നൽകിയത്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണറായിട്ടുള്ള ടിജു ആണ് ഇത് സംബന്ധിച്ചുള്ള കത്ത് കേരള പോലീസിന്, അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ഈ പരിശോധനയ്ക്കിടയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്നുള്ള കത്താണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഓക്കെ, ശരൺ SS ആണ് വിശദാംശങ്ങൾ നൽകിയത്.